പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും ഫരീദാബാദ് അതിരൂപത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങരയുമാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ എത്തിയത്. വിനീത വിജയ് വിവരങ്ങളുമായി. വിനീത, കൂടിക്കാഴ്ച തുടരുകയാണോ? ഇതിൽ ഛത്തീസ്ഗഡിൽ ഉണ്ടായ ആക്രമണം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളുണ്ടല്ലോ. തീർച്ചയായും അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന പ്രധാനമന്ത്രിയുടെ ഈ വസതിയിലാണ് ഇപ്പോൾ ആ കൂടിക്കാഴ്ച നടക്കുന്നത്. കൃത്യം 3:30 തന്നെ കൂടിക്കാഴ്ച ആരംഭിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. 3:30 ഈ സഭാ മേലധ്യക്ഷന്മാർക്ക് കൂടിക്കാഴ്ചയ്ക്കായി സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഛത്തീസ്ഗഡിലും ഉൾപ്പെടെ ഉണ്ടായ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലൊക്കെ ഈ ക്രൈസ്തവ പുരോഹിതർക്കും വിശ്വാസികൾക്കും ഒക്കെ നേരെ ഉണ്ടായ അതിക്രമങ്ങളുണ്ട്, അവർക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളുണ്ട്. ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ ചർച്ചയാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മതപരിവർത്തന നിരോധന നിയമം, അതിനെതിരെയൊക്കെ വലിയ രീതിയിൽ ഈ സഭാ മേലധ്യക്ഷന്മാരൊക്കെ വിയോജിപ്പും അവരുടെ ആശങ്കയും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അക്കാര്യവും ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും ഒപ്പം തന്നെ ഫരീദാബാദ് അതിരൂപത ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങരയുമാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത്. ഇരുവരും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ കൂടാതെ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജീവ് ചന്ദ്രശേഖരും ഷോൺ ജോർജും കൂടി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഇപ്പോൾ കൂടിക്കാഴ്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫരീദാബാദ് രൂപത അതിരൂപതയായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ നടക്കുന്ന ഒരു കൂടിക്കാഴ്ച കൂടിയാണ് ഇതെന്ന് കൂടി പറയേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ സമീപകാലത്തുണ്ടായ ക്രൈസ്തവ സമൂഹം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നേരിട്ട പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ നമ്മൾ തന്നെ ചില വാർത്തകളൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ മതപരിവർത്തനം നടത്തുന്നുവെന്നൊക്കെ ആരോപിച്ചുകൊണ്ട് നടന്ന ചില അക്രമ സംഭവങ്ങൾ, അവർക്ക് നേരെ ഉണ്ടായ കയ്യേറ്റങ്ങൾ, ഈ സംഭവങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഒരു അതൃപ്തിയും ആശങ്കയും ഒക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. സിറോ മലബാർ സഭാ പ്രതിനിധികൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ആ കൂടിക്കാഴ്ചയിലേക്ക് രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും എത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.